ആരൊക്കെയാണ്? സാജിദ മിസ് വന്നു, സൻഹ, സുമാന, റെജിമോൾ മിസ് ഇനി ഉണ്ടല്ലോ അല്ലെ? നമുക്ക് തുടങ്ങാം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ നമ്മൾ എടുത്ത്? അമ്ര അമ്ര എടുത്തിട്ട് ആക്ടിവിറ്റീസ് ഏതൊരു ചെയ്തു നമ്മള്? ഹോംവർക്ക് ഉണ്ടായിരുന്നു ജുംല എഴുതാൻ. ജുംല എഴുതാൻ ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് ഏത് ജുംല എഴുതാനായിരുന്നു? ഏത് വെച്ചിട്ട്? അമ്രോ? മാലി അസദ് വെച്ചിട്ട് തുടങ്ങണ മാലി. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞു അല്ലേ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അത് മനസ്സിലായോ ചെയ്തത്? മനസ്സിലായി. സുധന മിസ്സേ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു അല്ലേ? മിസ് ഇല്ലേ? ഓക്കെ. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ? ആക്ടിവിറ്റി എന്നാ ഒന്നും കൂടെ ഹെൽപ്പ് ആവുമല്ലോ അല്ലേ? അത് പേജ് നമ്പർ 26 അല്ലേ? 26 അല്ലേ? അതെ. 26 ആണോ 7 ആണോ? എന്റെ കയ്യില് മെറ്റീരിയൽ ഇല്ലേ, അപ്പൊ നിങ്ങളൊന്ന് പറയൂ. 6 ആണോ 7 ആണോ? 26 തന്നെ അല്ലേ? ഓക്കെ. ഖറജ യൽബസു അത് നമ്മള് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണോ? ചെയ്തത് തന്നെയാണോ? അത് നമ്മള് എടുത്തത് തന്നെയാണല്ലോ അല്ലെ? ഫസ്റ്റത്തെ ഒന്നാമത്തത് ഖറജ യൽബസു തസ്തഹരിച്ചു അതൊക്കെ നമ്മൾ ചെയ്തോ? ക്ലാസ്സിൽ ചെയ്തോ? അത് ഹോംവർക്ക് ആണ് തന്നത്, ക്ലാസ്സിൽ ചെയ്യാണ് ചെയ്തത്? അത് ക്ലാസ്സിൽ ചെയ്തു. ഓക്കെ ഓക്കെ. ദെൻ നമുക്ക് അസദ് വെച്ചിട്ടാണ് അല്ലെ? അസദ് വെച്ചിട്ട് അസദ് എന്ന വിഷയത്തിൽ ഭൂതകാലം അല്ലെ, പാസ്റ്റ് മാളിയോട് കൂടിയുള്ള 5 സെന്റൻസ് എഴുതാൻ അല്ലെ? ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അതിന്റെ മലയാളം പറയാം, നിങ്ങൾക്ക് അത് അറബിയിലാക്കാൻ പറ്റുണ്ടോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞുതരോ മിസ്സേ? 26. ഓക്കെ. ഞാൻ അതിന്റെ മലയാളം പറയാം, നിങ്ങൾക്ക് അത് അറബിയാക്കാൻ പറ്റുണ്ടോ നോക്കട്ടെ. ഞാൻ പറയാം, നിങ്ങൾക്ക് അത് അറബിയാക്കാൻ പറ്റുണ്ടോ നോക്കാം. ഓക്കെ, അതല്ലേ നല്ലത്? ആവുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഹറജ എന്ന് പറഞ്ഞ എന്താ? ഹറജ അതെ അതെ, ഹറജ പുറപ്പെട്ടു. അപ്പൊ ഞാൻ പറയാണ്, സിംഹം കാട്ടിൽ നിന്നും പുറപ്പെട്ടു. എങ്ങനെ പറയാ? സിംഹം കാട്ടിൽ നിന്നും പുറപ്പെട്ടു. സിംഹത്തിന് എന്താ പറയാ? അസദ്. കാടിന് എന്താ പറയാ? അഴത. അപ്പൊ എങ്ങനെ വരിക? എങ്ങനെ വരിക? പാസ്റ്റിലല്ലേ മിസ്സേ? പാസ്റ്റിലോട്ടല്ലേ? യെസ് യെസ്. ഖറജൽ അസദു മിനൽ ഖറജ അസദു മിനൽ ആബ. ഓക്കെ. ഇനി അത് മുളാരിയിലേക്ക് ഒന്ന് മാറ്റി വെക്കൂ. ഖറജ എന്നുള്ളത് മുളാരിയിലേക്ക് മാറ്റുമ്പോൾ അസദ് എന്താണ് ഇവിടെ? മസ്കുലിനാണ് യഹ്റുജു. മസ്കുലിൻ. അപ്പൊ എന്താവും? യഹ്റുജു എന്നാവും അല്ലെ? യഹ്റുജു അസദ് മിനൽ ഗാബ. ഓക്കെ. മനസ്സിലാവുണ്ടോ സാജിദ മിസ്സേ? മനസ്സിലാവുന്നില്ലേ? അതായത് ഖറജ മാളിയാണ്, അത് മുളാരിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് അനിയത്തി എന്നുള്ള ഒരു ഫോം പഠിച്ചിട്ടുണ്ടല്ലോ. അതില് യാ വരുന്നത് എന്തിലാണ്? മുസക്കറിലാണോ മുഅന്നസിലാണോ? മുസക്കറിലാണ് അല്ലെ? മുസക്കറാവുമ്പോ അസദ് എന്നുള്ളത് മുസക്കറാണോ മുഅന്നസ് ആണോ? അസദ് സിംഹം മുസക്കറാണ്. മുസക്കറാവുമ്പോൾ അതെന്താകും?
മുലാരി അവിടെ യാ ആണോ വരിക, യാ എന്നുള്ളതാണോ വരിക, താ എന്നുള്ളതാണോ വരിക? താ അല്ലേ? യാ 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 ആണ് വരിക. കാരണം മുസക്കർ ആകുമ്പോ യാ ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫീല് മുലാരിയില് യാ എന്നുള്ളത് എന്താണ്? യാ എന്ന് വരുമ്പോൾ അതിന്റെ ശേഷമുള്ള ഇസ്മ് എന്തായിരിക്കും? മുസക്കർ ആയിരിക്കും, മസ്കുലൈൻ ആയിരിക്കും. ഓക്കെ മോളെ ഒച്ച ഉണ്ടാക്കല്ലേ മോളെ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒന്ന് പറയാം. നടന്നു. നടന്നു എന്നുള്ളത് എന്താ അറബിയിൽ പറയാം? മഷ. മഷ പറഞ്ഞാൽ നടന്നു. സിംഹം കാട്ടിലൂടെ നടന്നു. എങ്ങനെ പറയാ? ദ ലയൺ വാക്ക്ഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ അത്? അസദ് ഫിയൽ ഗാബ. ഒന്നുകൂടെ. മഷി മഷ അസദ് ഫിയൽ ഗാബ. ഓക്കെ. മഷൽ അസദു കാട്ടിലൂടെ എന്ന് പറയുമ്പോൾ ഫിൽ ആബ, കാട്ടിൽ. അങ്ങനെയും പറ്റും. ഇല്ലൽ ആബ അല്ലെങ്കിൽ ഫിൽ ആബ. ഓക്കെ. ഇനി നമുക്കിത് മുളാരിയിലേക്കൊന്ന് മാറ്റി നോക്കൂ. മഷ എന്നുള്ളത് യംഷി. സാജിദ മിസ്സേ ഓഡിയോ ഇവിടെ അസദ് ആയതുകൊണ്ടാണ് ഈ യംഷി പറഞ്ഞത്. മനസ്സിലായി. നേരെ മറിച്ച് നമുക്കിപ്പോ ഇവിടെ എന്താ പറയാ, ഒരു മുഅന്നസ് ആയിട്ടുള്ള ഒരു ജീവിയുടെ പേരാണ് വന്നിരിക്കുക, ഒരു ആനിമലിന്റെ പേരാണ് വന്നിരിക്കുക. അപ്പൊ എന്താ? ബക്കറത്ത്. അപ്പൊ അവിടെ എങ്ങനെയാ വരിക സാജിദ മിസ്സേ? പറയൂ നിങ്ങൾക്ക് വയ്ക്കും. മഷാന്നാണ് ആർക്ക് വരിക? മസ്കുലൈൻ ആയിട്ടുള്ളത്, മുസക്കറിന് വരിക. അപ്പൊ നമുക്ക് അവിടെ അസദ് ആയോണ്ടാണ് മഷ എന്ന് പറഞ്ഞത്. ഐ യംഷി എന്നാക്കാം നമുക്ക്. യംഷി അൽ അസദ് എന്നാക്കാം. ഓക്കെ. ബക്കറ വന്നു. ബക്കറത്ത് എന്ന് പറയുമ്പോൾ അവിടെ മുഅന്നസ് ആണ്. അപ്പൊ ആ യംഷി എന്നാണോ പറയാ? അവിടെ എന്താ പറയാ? യംഷി എന്ന് പറയോ? ഇല്ല. എന്താ പറയുള്ളൂ അവിടെ? എന്താ പറയാ നമ്മള്? തായാണ്. തംഷി എന്നാണ് പറയാ. ഓക്കെ. മഷ പാസ്റ്റ് ആണ്, മാലിയാണ്. യംഷി എന്ന് പറയുമ്പോ അത് മുലാരി, ഒരു മുസക്കർ ആയിട്ടുള്ളത്, മസ്കുലൈൻ ആയിട്ടുള്ളതാണ് അങ്ങനെ പറയാ. ഓക്കെ. യംഷി എന്ന് പറയുമ്പോ മുസക്കർ, തംഷി എന്ന് പറയുമ്പോ മുഅന്നസ്. ഇത്രേ ഉള്ളു വ്യത്യാസം. ഓക്കെ. ഇനി ഒന്ന് കൂടുതൽ നമുക്ക് ചെയ്യുമ്പോ നമുക്ക് ക്ലിയർ ആവും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ബക്രത്ത് വരുമ്പോ മഷത്ത് വരില്ലേ? ഇല്ലല്ല, വരില്ല. അതെങ്ങനെ വരിക? അത് നമ്മള് മഷത്ത് വരില്ല, യംഷീനെ വരുള്ളൂ. യാന്റെ ബക്കറത്ത് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീലിംഗത്തിന് നമ്മള് താന്ന് ചേർക്കണ്ടല്ലോ ഓൾറെഡി. തംഷി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ താ വരില്ലല്ലോ. പാസ്റ്റിന്റെ കാര്യം ചോദിച്ചേ. പാസ്റ്റ് വരുമ്പോ മഷത്ത് വരും. വരും. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്. സിംഹം വെള്ളം കുടിച്ചു. ദ ലയൺ ഡ്രാങ്ക് വാട്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ശരിബ അസദു വാട്ടർ. ഷരിബൽ അസദു അൽ മാ. ഓക്കെ. നെക്സ്റ്റ്. സിംഹം ഒരു മാൻ കണ്ടു. ദ ലയൺ സാവ് എ ഡിയർ. എന്താണ് പറയാ? കണ്ടു എന്നുള്ളത് എന്താ പറയാ? ആര് കണ്ടു? അല്ല, അസദ് കണ്ടു അല്ലെ? ആരെ കണ്ട്? റസാല് പറഞ്ഞാലാണ് എന്ത്? മാന് എന്നുള്ള ലൊബിന്ന് പറയും, ലൊബിയെന്നും പറയും, അസാൽ എന്നും പറയും. ലൊബിയും ആണെങ്കിൽ ലൊബിയാക്കാം, കുഴപ്പമില്ല. ഓക്കെ. ലൊബി. അപ്പൊ റഅൽ അസദു അൽ ലൊബി അല്ലേ? അങ്ങനെ തന്നെയല്ലേ വരിക? എന്തേ ഡൗട്ട് ഉണ്ടോ? ഇല്ല.
റഅ പറഞ്ഞാൽ കണ്ടു. ആരെ കണ്ടു? ആര് കണ്ടു? അസദ് കണ്ടു. റഅ അസദ്, അസദ് കണ്ടു അല്ലേ? അല്ലോബി. ല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഞാമ പറഞ്ഞ എന്താ? ഉറങ്ങുക. ആ, സിംഹം മരത്തിനടിയിൽ ഉറങ്ങി. ദ ലയൺ സ്ലെപ്റ്റ് അണ്ടർ ദ ട്രീ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? അസദു തഹത്തൽ ഷജറ. ഞാമൽ അസദു, ഞാമ ഉറങ്ങി. ആരുറങ്ങി? അൽ അസദു, അസദു ഉറങ്ങി. എന്തിന്? തഹത്ത പറഞ്ഞാൽ അണ്ടർ, താഴെ ട്ടോ. തഹത്ത അഷജറത്തി, മരത്തിനടിയിൽ ഉറങ്ങി. നാമ യനാമു എന്നാണ് വരിക അല്ലെ? മുലാരിയിലേക്ക് മാറ്റുമ്പോൾ യനാമു, നാമ യനാമു. തനാമോ എന്ന് വരും മിസ്സേ? തനാമു ആർക്ക് വരും? മുഅന്നസിന് വരും മുലാരി. ആ വാക്കിന്റെ തുടക്കത്തിൽ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മത്വറിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് അല്ലേ? ആട്ടി ഹംസ ജുംല മൗലൂഇ അല്ല, നെഹ്റാണ് അല്ലേ? ആ, നെഹ്ർ, നെഹ്ർ. ഓക്കെ, ഞാൻ പറയാം. മിസ് ഏത് പേജിലാ നോക്കുന്നേ? 26 അല്ലേ? 26 അല്ലേ എല്ലാവർക്കും ഉള്ളത്? ഓക്കെ, നെഹ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ എഴുതി അത് പറയൂ. ഓരോരുത്തരും ഓരോന്ന് പറയാം. ഇത് നമ്മൾ ഓൾറെഡി ഹോംവർക്ക് തന്നതാണല്ലോ അല്ലേ? ഏത്? ഫോർത്ത് അല്ലേ? ഇൻസ്ട്രക്ഷൻ. ഓക്കെ ഓക്കെ, ഇല്ല 3 എഴുതാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആ മൂന്ന് ചെയ്തിട്ട് അയച്ചവരുണ്ടായിരുന്നു. എനിക്കതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ കാണിച്ചിട്ടില്ല. ഉണ്ട്. അയച്ചവരുണ്ട്, എനിക്ക് അയച്ചവരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ ബുക്കൊക്കെ അവിടെ ബുക്കില എഴുതിക്കൊണ്ടിരിക്കണതാ. ഞാൻ ഹോംവർക്ക് ചെയ്ത എക്സ്ക്യൂസ് അല്ല, എന്നാലും ഒരു കൺസെൻട്രേഷൻ. ഓക്കെ, എന്താ എപ്പോഴെത്തി? നാട്ടിലെത്തി? 12th ബുക്കൊന്നും എടുത്തിട്ടില്ല മിസ്സേ, ഞാൻ പെട്ടെന്ന് വന്നു. അപ്പൊ എത്ര മന്ത്സ്? എന്തുവാടാ? 1 month ആണോ ലീവ്? ഹലോ, 1 മാസം, ഓഗസ്റ്റ് 12th. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, ഇനി നമുക്കേ എന്താ പറയാ, നെഹ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതിയത് എന്താ പറയൂ. ഒരാൾ ഒരു പോയിന്റ് പറയൂ. നെഹ്റു യജ്രി നെഹ്റു യജ്രി വേഗത്തിൽ. വേഗത്തിൽ. പറ്റുമോ? പറ്റും. യജ്രി. നെഹ്ർ എന്താണ്? യജ്രി ഒഴുകുന്നു. എങ്ങനെ ഒഴുകുന്നു? വേഗത്തിൽ. അതെ, സ്പീഡ്ലി, സ്പീഡായിട്ട് ഒഴുകുന്നു. എന്റെ സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഇല്ല മിസ്സേ, ഫൈൻ. കുറെ ദിവസത്തിന് ശേഷം കണ്ടിട്ട് ആളെ തന്നെ മനസ്സിലാവുന്നില്ല. ഇത് പുതിയ കുട്ടി കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് എല്ലാരും നന്നായി ആക്റ്റീവ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ ഇന്ന് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. ക്ലാസ് ഉള്ളത് അറിയില്ല. തൽക്കാലം നേരം ക്ലാസ് ഉള്ളത് അറിയുന്നത്. മിസ് എന്നോട് ചോദിച്ചപ്പോഴാണ് അന്ന് ക്ലാസ് ഉള്ളത്. വർക്കൊന്നും ചെയ്തിട്ടില്ല, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. ക്ലാസ് ഉണ്ട്, നമുക്ക് അത് ടൈം ടേബിൾ നോക്കുമ്പോൾ നമ്മൾ തലേന്ന് നല്ലത് സെറ്റ് ചെയ്ത് വെക്കും. നമ്മള് ലാസ്റ്റ് എഴുതിയതില്ലേ, ഈ കസറൽ അസ്നു എന്നൊക്കെ പറഞ്ഞ കൊമ്പൊടിഞ്ഞു, ഗ്ലാസ് പൊട്ടി, അതൊക്കെ അല്ലേ ലാസ്റ്റ് എഴുതിയത്? അതെ, അതിന് ബാക്കിയുള്ളതാണേ. ബാക്കിയുള്ളത് നമ്മൾ എഴുതിയിട്ടില്ലല്ലോ മിസ്സേ. അതും എഴുതിയിട്ടില്ലാന്നോ? അത് എഴുതിയില്ലല്ലോ.
അതിൽ ഒരെണ്ണം നമ്മൾ ആക്ടിവിറ്റി വേണ്ടാന്ന് വെച്ചതാണ്. എത്രാമത്തേത്? മൂന്നാമത്തെ, നാലാമത്തെ ഏതോ ഒന്ന് നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്നു. റിപ്പീറ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. ശരി. ദെൻ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിക്കണല്ലോ. പിന്നെ ഹോംവർക്ക് എന്ന് പറഞ്ഞതാണ്, കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു ഹോംവർക്ക്? ഒന്ന് ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്കിൽ 2 സെറ്റ് അല്ലേ? 2 സെറ്റ് ആ ഹോംവർക്ക് അതാ ഉണ്ടായിരുന്നല്ലേ? അതല്ല ഞാനിപ്പോ പറഞ്ഞത്. ആ അത് അത് ഹോംവർക്ക് അല്ലേ? ആ അതന്നെ. പിന്നെ നിങ്ങള് പറയുന്ന ഏതാ മുമ്പല്ലേ മനസ്സിലായി. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വന്നത്? അതെ, ഫിൽ ഇൻ ദ ബ്ലാങ്കില് 3 സെറ്റാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഉള്ളത്. അതില് ഒരു സെറ്റ് നമ്മൾ ചെയ്തല്ലോ. ബാക്കി 2 സെറ്റ് അല്ലേ ഇന്ന് ഹോംവർക്ക് ഉണ്ടായിരുന്നത്? ആണല്ലോ? അതെ. ഓ പിന്നെ അതുപോലെ തന്നെ 7th ആക്ടിവിറ്റിയില് 4th അല്ലെ? 4th ഹോംവർക്ക് ഉണ്ടായി. നമുക്കത് ചെയ്യാം. കാരണം അമ്രാണ്. അമ്ര കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്കത് ഇവിടെ തന്നെ ചെയ്യാം. അത് ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. ഹോംവർക്ക് തന്നീന്, എന്തായാലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഹോംവർക്ക് തന്നീനത്, ചെയ്തിട്ടില്ല ഞങ്ങള്. ഓക്കെ ഓക്കെ, റജിമ മിസ് നെക്സ്റ്റ് പറയൂ. നെക്സ്റ്റ് നെഹ്റിനെ. النهر يبتدي من الجبل. യബ്തദി മിനൽ ജബല്. പുഴ ജം- മലയിൽ ജബൽ, നിന്ന് ആരംഭിക്കുന്നു. ഉത്ഭവിക്കുന്നതല്ലേ? ഉത്ഭവിക്കുന്നു. അതെ. അന്നഹ്റു യബ് തദിഉ അബദ്ധതി ബദഅ മിനൽ യബ്തദിഉ ജബൽ. മിനൽ ജബൽ. അതെ, മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. النهر يجري إلى യജ്രി ഇലൽ البحر. ബഹർ. ഓക്കെ. എന്തിലേക്ക് അന്നഹ്റു പുഴ എന്തിലേക്ക്? യജ്രി ഒഴുകുന്നു, ഇല ഇത് ബഹർ കടലിലേക്ക് ഒഴുകുന്നു. ഓക്കെ, നെക്സ്റ്റ്. النهر كبير يلعب أسماك كثير. يلعب أسماك كثير. തുറന്നെടുക്കാണ്. അതെങ്ങനെയാ ഒന്ന് അർത്ഥം വെക്കൂ. അതായത് നെഹ്റ് തുടങ്ങണ സെന്റൻസ് ആണ് അതിൽ എഴുതാൻ പറഞ്ഞത്. അത് സെന്റൻസ് അങ്ങോട്ട് കിട്ടണില്ല. അപ്പൊ നെഹ്റ് കബീറൻ വലുതാണ്. يلعب أسماك كثير. പുഴയിൽ കളിക്കുന്ന മീനുകൾ ചെറുതാണല്ലോ, അങ്ങനെയല്ല പറഞ്ഞേ? ധാരാളം മീനുകൾ കളിക്കുന്നുണ്ട്. പുഴയിൽ കളിക്കുന്നു എന്നല്ലേ? കളിക്കുന്നു അല്ലേ? കളിക്കുന്നു നമുക്ക് സബഹ യസ്ബഹു അല്ല അസ്മാക്ക് അങ്ങനെയും പറ്റും കേട്ടോ. സമക്കിന്റെ ജം അല്ലേ? ഓക്കെ, പറ്റും. യൽഅബുന്നും പറ്റും. യൽഅബുനേക്കാൾ എനിക്ക് ഒന്നുകൂടെ തോന്നുന്നു യസ്ബഹു ആവും അല്ലെ? നീന്തുക. കാര്യം ചോദിക്കട്ടെ. സബഹ യസ്ബഹു അങ്ങനെ ആവും. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ എഴുതുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഡിസ്കസിങ് കൂടെ ചെയ്യുമ്പോ ഒന്നും കൂടെ ക്ലിയർ ആവും. അവരിപ്പോ ടെക്സ്റ്റിൽ നോക്കിയിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ നോട്ടിൽ അല്ലാതെ നോക്കിയിട്ടോ? ഹോംവർക്ക് പോലും ചെയ്തതാ, നമ്മളൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇത് ഹോംവർക്കാണേ. ഹോംവർക്ക് 25 അല്ലേ മിസ്? പേജ് നമ്പർ 26. ഓക്കെ. 26. ഇതിനാണ് ചോദിച്ചപ്പോ ഇതൊന്നും ഹോംവർക്കുള്ള ഓർമ്മ എനിക്കില്ല പറഞ്ഞു തരാന്. ഞാനും കുഴപ്പമില്ല. എല്ലാ റിലേയും പോയി കിടക്കണം. അവിടെ എല്ലാം സ്വസ്ഥമായിട്ടിരുന്ന ഇനി ബ്ലാങ്ക് പോയിട്ടാണോ എല്ലാം തട്ടിപ്പറക്കി ഒതുക്കാൻ. ഞാൻ 12-ാം തീയതി പോകും. 12-ാം തീയതി പോകും. ഓക്കെ ശരി. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വരവിന് എല്ലാരെയും കാണണം. ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ. നെക്സ്റ്റ്. هذه 5 جملة أمر فيها تلميذا ب5 أعمال ترتبي بالمدرسة. എന്താണ് പറയുന്നത്? നമുക്ക് സ്കൂളില്, അതായത് സ്കൂളില് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അല്ലേ? ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുമല്ലോ, അത് അമ്രാണ്.
എഴുതൂ, ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്തിൽ വരുന്നതാണ്? കമാൻഡ്, അമ്രിൽ വരുന്നതാണ് അല്ലെ? അത്തരം കുറച്ച് ഇൻസ്ട്രക്ഷൻ ഞാൻ പറയുന്നത്. ഇൻസ്ട്രക്ഷൻ നമ്മളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഞാൻ അത് മലയാളം പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാ? അത് അതിന്റെ അറബി പറയാൻ ശ്രമിക്കൂലേ? ഓക്കെ. അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട 5 ആജ്ഞാന വാക്യങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ വേർഡ്സ് ഉണ്ടാവില്ലേ, സെന്റൻസ്. ഓക്കെ. സ്കൂളിൽ നേരത്തെ ഹാജരാവുക. എങ്ങനെ പറയാം? സ്കൂളിൽ നേരത്തെ ഹാജരാവുക. ഹാലിർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാലിർ, ഹാജരാവുക. അതെ അതെ, ഹാജരാവുക. അപ്പൊ നമ്മള് അത് മാലിയാണ്. യഹ്ലർ മുല്ലാരി അല്ലെ? അപ്പൊ അത് അമ്രിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാവും? ഇഹ്ലുർ. എന്താണ്? ഇഹ്ലുർ. ഓക്കെ, ഇഹ്ലുർ. ബാക്കി ഇലൽ മദ്രസത്തി. എങ്ങനെ നേരത്തെ നേരത്തെ എന്നുള്ളതിന് എന്താ പറയാ? നേരത്തെ ഉള്ളത് മുബക്കിറൻ. ഏർലി. ഇയർലി. കം ടു സ്കൂൾ ഇയർലി. ഇഹ്ലർ അല്ലെ? ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇഹ്ലുർ, ഇഹ്ലുർ എന്നാണ് പറയാ. നമ്മൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ ഹാലിർ, ഇഹ്ലർ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ? ഇഹ്ലർ എന്ന് പറയുമ്പോ ഹാലിർ എന്നാണ് അതിന്റെ പാസ്റ്റ് വരിക. മുല്ലാരി ആവുമ്പോ യഹ്ലുറു എന്ന് വരും. ദെൻ അമ്ര ആവുമ്പോ എന്താ വരിക? ഇഹ്ലർ. ഓക്കെ. അത് നമുക്ക് എടുക്കൂലേ പാഠഭാഗത്തില്? മിസ് തരൂലേ മീനിങ്? എങ്ങനെ? നമ്മളെ ഈ പാഠഭാഗത്തില് നോട്ട്സ് തരുമല്ലോ അല്ലെ, ഇതിന്റെ മീനിങ് ആയിട്ട്? പാഠഭാഗത്തിലോ? ഇനി നെക്സ്റ്റ് തരുന്ന നോട്ട്സില്ലേ, മിസ് തരുന്ന നോട്ട്സിൽ നോട്ടില് നമ്മൾ ഓൾറെഡി നോട്ടിന്റെ കഴിഞ്ഞല്ലേ ഇത് നമ്മൾ ആക്ടിവിറ്റി അല്ലേ ചെയ്യണേ? നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് വേണമെന്നല്ല പറയണത്, അയച്ചുതരാം. ഓക്കെ. ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മിസ് ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോല്ലേ നമുക്ക് കിട്ടുന്നില്ല, വേർഡ്സ് കിട്ടുന്നില്ല. അതൊക്കെ അങ്ങനെ തന്നെ. അത് നമ്മൾ ആ ഒരു ട്രാക്കിക്ക് കയറാണ്ട്, അതാണ്, വേറെ ഒന്നല്ല. ഒന്നും കൂടെ ശരിയാവാണ്ട്. ശരിയായ മതി. ശരിയാവും. അതുകൊണ്ട് ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഹോംവർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെയ്യുന്നവർ ചെയ്യുന്നുണ്ടില്ല എന്നല്ല പറയണേ. പക്ഷെ ചെയ്യാത്തവർ അതങ്ങനെ ഇരിക്കുകയാണ്. അവർക്കത് എങ്ങോട്ട് എത്താൻ ഡൗട്ട് ചോദിക്കേണ്ടതുള്ളൂ എന്നറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവിറ്റി നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം, അതാവും നല്ലത്. അതാ നല്ലത്. ഇംഗ്ലീഷ് വരുന്നത് അത് ഞാൻ കേൾക്കില്ല. മുബക്കിറൻ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഞാൻ പറഞ്ഞു നോക്കാം. ലിസൺ ടു ദ ടീച്ചർ. ലിസൺ ടു ദ ടീച്ചർ എങ്ങനെ പറയാം? ഇസ്തമിയു അല്ലേ? ഇസ്തമിയ. അതൊക്കെ അറിയാം അല്ലെ? നമ്മള് സാധാരണ ക്ലാസ്സിൽ, നമ്മൾ അറബി ക്ലാസ്സില് എപ്പോഴും ഒരു 3/4 മണിക്കൂറാ ക്ലാസ് എന്നുണ്ടെങ്കിൽ അതിലൊരു അരമണിക്കൂർ നമ്മൾ അതന്നെ പറയേണ്ടി വരും. ഇസ്തമിയ ഇസ്തമിയ എന്ന് ഓക്കെ. ഇസ്തമിയ ഇലൽ മുഅല്ലിമ. ഓക്കെ. ഇസ്തമിയ ഇലൽ മുഅല്ലിമ അല്ലെ? ലിസൺ ടു ദ ടീച്ചർ. ഇസ്തമിയോ യസ്തമിയോ ആവും അല്ലെ? ഇസ്തമിയോ എന്ന് പറയുമ്പോ അതിന്റെ മുള്ളാരിയാണ്. ഓക്കെ. ഓക്കെ ഓക്കെ. പിന്നെ അമ്ര വരുന്ന തെസ്തമിയോ അല്ലേ മിസ്സേ? ഇസ്തമിയ 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 നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയല്ലേ പറയുക? ഇസ്തമിയ അൽ മുഅല്ലിം ഇലൽ മുഅല്ലിം. ഓക്കെ. മാലി വരുന്നത് മാലി വരുമ്പോഴും ഇസ്തമിയ തന്നെയാണ് വരുന്നത്.
അപ്പൊ സമയ മുലാരി വരുമ്പോ സമയ എസ്തമയ തസ്തമയ എന്നൊക്കെ ചേഞ്ച് ആവും. അസ്തമയ നസ്തമയ എന്നൊക്കെ ആവും. മാളി ആകുമ്പോ സമയത്തുനിന്നോ സമയ പറയുമ്പോ കേൾക്കുക. കേട്ടു എന്നൊക്കെ പറയുമല്ലോ. ആ മൂന്നെണ്ണല്ലേ? ആ മൂന്നല്ലേ ഉച്ചാരണ ഇത് വരുന്നുള്ളൂ? സമയ, ഏത്? ഇസ്തമയ, സമയ, ഇസ്തമയ, യസ്തമയ. നാല് അനിയത്തി 4. ഓക്കെ. അത് മുലാരിയിൽ വരുന്ന കേസാട്ടോ. മുലാരിയിലാണ്. മുലാരി വരുമ്പോ 4 മോഡൽ വരും. മാളി ആകുമ്പോ ഒരൊറ്റ മോഡൽ തന്നെ വരുന്നുള്ളൂ. അത് താ അവിടെ ഇവിടെയും വരും. അതായത് സമയാത്ത്. സമയ എന്ന് പറയുമ്പോ അവിടെ മുസക്കറായിരിക്കും. സമയാത്ത് എന്ന് പറയുമ്പോ അവിടെ മുഅന്നസായിരിക്കും. മാളി മുലാരിന്റെ എന്നോട് ചോദ്യം ഞങ്ങൾ കൂടുതൽ പറഞ്ഞു തരുമ്പോ ഒന്നുകൂടി കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. ഞാൻ പറയുമ്പോ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു ബോക്സ് എഴുതിയല്ലോ, അതെടുത്തിട്ട് നോക്കുക, വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൈ കിട്ടിയ ഫിറയിലൊക്കെ എടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നോക്കുക. അപ്പോഴേ കിട്ടുള്ളൂ. ഓക്കെ മിസ്സേ. പിന്നെ ഇല്ലേ മിസ് ഒരൊറ്റ ഹെൽപ്പ് ചെയ്താൽ മതി. എന്തെന്നറിയോ, ഇപ്പൊ മിസ് പറഞ്ഞ സംഭവല്ലേ, അത് നോട്ട് പോയിന്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റൂല നമുക്ക്? എന്നാ പിന്നെ അത് അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ ചിലപ്പോ വേഗം മനസ്സിലാവുണ്ടാവും. ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രാമർ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, ഏറ്റവും കൂടുതൽ ബൈഹാർട്ട് ആക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മാത്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ ഈ ഗ്രാമർ. അത് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ കിട്ടുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാം. നോട്ട് എന്തായാലും അയച്ചു തരാം. ആയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, റൈറ്റ് യുവർ ലെസൺ നീറ്റ്ലി. എങ്ങനെ പറയാ? കത്തബ. കത്തബ എന്നാണ് എന്ത് വരിക? മാളി വരിക. കത്തബ മാളി. മുലാരി ആവുമ്പോ അക്തുബു, യക്തുബു, കത്തബ യക്തുബു, തക്തുബു, അക്തുബു, നിക്തുബു എന്നീ 4 കേസിൽ വരും. അതിന് നമ്മൾ അമ്രിലേക്ക് മാറ്റുമ്പോ എങ്ങനെ വരിക? ഇക്തുബ്. ഇക്തുബ് അല്ലേ? എഴുതുക. നിങ്ങൾ എഴുതൂ അല്ലെ? ദർസക. ദർസക എന്ത്? നിങ്ങളുടെ യുവർ ലേൺസ്. ദർസക എന്ന് പറയുമ്പോ യുവർ ലെസൺ. എങ്ങനെ? നീറ്റ്ലി. നീറ്റ്ലി എന്ന് പറയുമ്പോ ജയ്യിദ്. റൈറ്റ് യുവർ ലെസൺ. ജയ്യിദൻ. ജയ്യിദൻ എന്ന് പറയുമ്പോ ഏറ്റവും നന്നായി. ജയ്യിദൻ, നന്നായിട്ട്. ഗുഡ്. 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 ഓക്കെ, കിട്ടിയില്ലേ? ഇക്തുബ് ദർസക ജയ്യിദൻ. നെക്സ്റ്റ്, റീഡ് ദ ബുക്ക് ഡെയിലി. എങ്ങനെ വരിക? റീഡ്. നമ്മൾ കത്തബ എന്ന് പറയുമ്പോ കത്തബ ഇക്തബായി. ഖറ എന്താവും? ഇഖ്റ. അറിയാം. ഇഖ്റഅൽ കിതാബ. എന്ത്? ബുക്ക് വായിക്കുക. ഡെയിലി എന്നുള്ളതിന് എന്താ പറയാ? യൗമി. യൗമിയൻ എന്ന് പറയാം. യൗമിയ. ഇഖ്റഅൽ കിതാബ യൗമിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഖ്റ എന്നുള്ള ആ ഒരു വേർഡാണ്. അത് എങ്ങനെ അമ്ര് വരുമ്പോൾ അതെങ്ങനെ ആയി, മാളിയിൽ നിന്നും മുലാരിയിൽ നിന്നും എങ്ങനെ എത്രത്തോളം വ്യത്യസ്തമായി എന്നുള്ള അതിന്റെ ഹർക്കത്തും അതിന്റെ രൂപവും ശ്രദ്ധിക്കാം. ഇഖ്റ. ഓക്കെ, നെക്സ്റ്റ്, കീപ് ദ ക്ലാസ് റൂം ക്ലീൻ. ക്ലീൻ ആണ്. ക്ലീൻ. കീപ്പ് ആണ് ഇവിടെ വേണ്ടത്. കീപ്പ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ലേ?
പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അത് എങ്ങനെ ശരി വരിക? മിസ്സോട് ഉം. എനിക്കറിയില്ല. യഹ്ഫളു എന്നാണ്. ക്ലീനിങ് അല്ല മിസ്സേ, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അസലല്ലേനോ? അസല അസലെ അസല അസല കുളിക്കല്ലേ. മസിൽ കഴുകുക എന്നല്ലേ? ബാത്ത് കഴുകുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് വരിക. അപ്പൊ നളീഫ്. ക്ലീനിങ്ങിന്റെ ക്ലീൻ എന്ന് പറയുന്നത് നളീഫ്. ഉം. ഞലാഫത്ത്, നലാഫത്ത്. ഞലീഫ്, നല്ലീഫ് ഞലാഫത്ത്. അല്ലേ അമ്ര വരാ? അല്ല, അത് ക്ലീൻ എന്ന് ഇവിടെ അല്ല വേറെ വന്നു. ഇവിടെ കീപ്പാണ്. കീപ്പ് എന്ന് പറയുമ്പോ ഹാഫിലോ, പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ. ഉം. ഓക്കെ. ഹാപ്പിലോ? ആ അപ്പൊ യഹ്ഫളു ഹാഫിൽ ഹാഫിലു, പ്രൊട്ടക്ട് അല്ല ചെയ്യാ. മിസ്സേ, ഹാഫിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് മനപ്പാടമാക്കുക എന്നുള്ള അർത്ഥല്ലേ? ഹാഫിലോ ഉം? ഇവിടെ യഹ്ഫുലു, യഹാഫിലു എന്ന് പറയും. ആ യഹാഫിലു, ഹാഫിലു. യഹാഫിലു എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് മീനിങ്. യഹാഫിലു, അതിന്റെ അമ്ര ഹാഫിൽ, നിങ്ങൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. കീപ്പാണ് കീപ്പ്. പ്രൊട്ടക്റ്റ്. അലൻ നവാഫത്തി, എന്തില്? ക്ലീൻ ആക്കി വെക്കുക. എന്തിനെ? അൽ ഫസ്വിലി, ഫസ്വിലാണ് ക്ലാസ് കേട്ടോ. ഫസ്വില് ക്ലാസ്. നലാഫത്ത്. നലീഫത്ത്. ഓക്കെ. നലീഫത്ത്. ഓക്കെ. ഹാപ്പിൽ അലൽ നവാഫത്തി. യഹാഫിലു പ്രൊട്ടക്റ്റ്. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? അൽ ഫസ്വിലി ക്ലാസ്സിന്. ഓക്കെ, ഓക്കെ. മനസ്സിലായല്ലോ അല്ലെ? ആ ഒരുവിധം മനസ്സിലായി. ഏതാണ്? Keep the classroom clean ല്. പറയട്ടെ, ഒരു മിനിറ്റ്. ഇതാണ് നല്ല പുഞ്ചിരിയാണ് എല്ലാരും. നിങ്ങളൊക്കെ എന്നാടേ നേരെ കാണുന്നേ? ഇങ്ങനെ ഡൗട്ട് കേട്ടാ പിന്നെ ചിരിക്കൂലേ? അമ്മാതിരി ഡൗട്ടാണ്. അല്ലെങ്കിൽ ഇൻഷാ അള്ളാ കാണണം നമുക്ക്. അള്ളാഹു എത്തിക്കട്ടെ. എന്നാണ് മിസ് ആദ്യമായിട്ട് മറ്റേ നോളജ് സിറ്റി ഒക്കെ കാണുക? ആ നാട്ടിലുള്ള ആളാണ് ഇത്ര. എന്തുവാടാ? കേട്ടില്ല. ഓക്കെ, ഹാഫിലൽ മിസ് നലാഫത്തി അൽ ഫസ്റ്റില് കേട്ടോ. ആരോ ചോദിച്ചു, എന്റെ ഇതാണ് പറയുന്നത് കേട്ടോ. കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ. അതിന്റെ ഇടയില് എന്താ സംസാരമൊക്കെ കാണാനില്ലേ? മിസ്സിനെ അവിടെ ലോക്ക് ചെയ്തിട്ടിട്ട് മിസ്സിന് ഇപ്പൊ എല്ലാരെയും കാണണം. ഷാർജയിൽ അതിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനാ മിസ്സേ മിസ്സേ, ഇങ്ങറ്റമുള്ള, നിങ്ങളെല്ലാം അങ്ങേയറ്റത്താ. ഞാൻ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തുനിന്ന്. നിങ്ങളൊക്കെ അങ്ങറ്റ. എനിക്ക് നമ്മളൊക്കെ ഇവിടെ മിസ്സിനെ പെട്ടെന്ന് പോയി കാണാം. ഞങ്ങൾ എടുത്താണ്. മിസ് വളാഞ്ചേരി അല്ലേ? സുമാന മിസ്സിന്റെ അടുത്താ ഞാന്. സുബിന മിസ് കുറച്ച് അല്ല, സുജിത മിസ് കുറച്ച് ദൂരമുണ്ട്. മുസീന മിസ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരുവനന്തപുരം ഉണ്ട്, ട്രിവാൻഡ്രത്താണ്. ഞാൻ നൗഷാദ് ബാക്കവി വീട്ടിന് പാലക്കാടാ. നൗഷാദ് ബാക്കവില്ലേ? നൗഷാദ് ബാക്കവിന്റെ വീടിന്റെ മിസ് അടുത്താണ് സുബിന പാലക്കാടാണോ? മിസ്. പാലക്കാടോ? മുസീന മിസ് പാലക്കാടോ? ആ, പട്ടാമ്പി പാലക്കാടല്ലേ? ഞാൻ മിസ് മഞ്ചേരി കോഴിക്കോട് അല്ലേ? കണ്ണൂരെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. മഞ്ചേരി മലപ്പുറം അല്ലേ? അത്ര ദൂരമുണ്ടല്ലേ? ശരി. എന്നാലും ഉണ്ട് മഞ്ചേരി, നമ്മള് പെരിന്തൽമണ്ണ മഞ്ചേരി അങ്ങനെ ആ റൂട്ടാണ്. അല്ല മിസ് ഓഫ്ലൈൻ ആയിട്ട് അവിടെ വരുത്തുണ്ടോ? ഞാൻ ഇതിന്റെ സെന്ററിൽ വരാറുണ്ടോ? കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്? ഇല്ല, നമ്മള് ഫസ്റ്റ് ടൈം ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. ഞാൻ ഇതുവരെ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ ചെറിയ കുട്ടിയൊക്കെ ആയപ്പോ ഓഫാക്കിട്ട് വീട്ടിലിരുന്നതാണ്. അത് ശരിയാ. അപ്പൊ ഞാന് ഇവിടെ പട്ടാമ്പി പത്തനംതിട്ട. ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് അത്രയും കാലം, 2 ഇയർ. അത് ശരി. 8th 9th 10th ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ മോനായപ്പോ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അവനെ എവിടെ ആക്കി പോകുന്ന സാഹചര്യമല്ല. സോ അപ്പൊ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാം. മിസ് എം എ അറബിക്കായിരുന്നോ? MA ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കാണ് ഇഗ്നോയില്. അത് ശരി. ഓക്കെ. BA B.Ed ഞാൻ. അത് ശരി. ഉം. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിച്ചത് അറബിക്ക് അല്ലല്ലേ? ഞാൻ BA അറബിക്കാണ്. BA അറബിക്ക് ദെൻ
നേരെ ബി എഡ് എടുത്തു. ബി അത് എഡ് ശരി. അറബി ഓപ്ഷൻ. ഉം, ഉം, ഉം. ഞാനൊക്കെ വെറും രണ്ട് മക്കളാ? ഇപ്പോഴാണ് രണ്ടാമത് പഠിക്കാൻ വരുന്നത്. അല്ല പറയുന്ന പഠിക്കുമ്പോൾ നമ്മളോ? ഫ്ലോയിലാണ് ഞാൻ പ്ലസ് ടു ഫ്ലോയിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ പോകും. എനിക്ക്. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയാലാണ് ആ പ്രശ്നം വരുന്നത്. അതാണ്. ഇപ്പൊ എനിക്കാണെങ്കിൽ അതെ, ഞാനിപ്പോഴാണ് ഇപ്പൊ എം എ എടുത്തത്. ഇതുവരെ വേറെയും കുറെ കോമ്പറ്റീഷൻ എക്സാം PSC എന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു. പക്ഷെ ആ ഒരു എം എ ഇഗ്നോ കുറച്ച് ടൈറ്റ് ആണ്, കുറച്ച് സ്റ്റാൻഡേർഡ് കോഴ്സാണ് MA വരുന്നത്. അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഒക്കെ മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ പാസ്സായിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇയറിലാണ് ഇപ്പോ. എന്തായാലും ഓക്കെ, ഫുള്ളാവട്ടെ. നമുക്ക് സ്ട്രഗിൾ ആണ്. എന്നാലും എൻഹാൻ ഏറ്റവും നമ്മള് ചെറുത് ടച്ച് തോന്നുന്നല്ലേ? ഇല്ല പോയാൽ പിന്നെ ഒന്നും കിട്ടില്ലേ. പ്രത്യേകിച്ച് അറബി അങ്ങനെയാണ്. എന്റെ കയ്യിലില്ലെങ്കിൽ ഫാദർ എന്റെ ഫാദർ അറബിക് പ്രൊഫസറാണ് മിസ്സേ. പ്രൊഫസർ എവിടെ ആയിരുന്നു. എവിടെയാണ് വാപ്പച്ചി വാപ്പച്ചി ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കേരള യൂണിവേഴ്സിറ്റി. കേരള യൂണിവേഴ്സിറ്റിയില്. പിന്നെ അവിടുന്ന് കാര്യവട്ടത്ത് വന്നിട്ട് കാര്യവട്ടത്ത് പ്രിൻസിപ്പളായിട്ടിരുന്ന റിട്ടയർഡ് ആയത്. പുള്ളി ഇപ്പൊ റിട്ടയർഡ് ആയി. റിട്ടയർഡ് ആയില്ലേ? മാഷാ അല്ലാ. അറബി തന്നെയാണല്ലേ ലിറ്ററേച്ചർ? അറബിയ. പുള്ളി അറബിയ. ഓക്കെ. MA MPhil ആയിരുന്നു. MA MPhil. ശരി ശരി. പിന്നെ PhD കഴിഞ്ഞിട്ട് ഇറങ്ങിയതാള്. ഓ മാഷാ അല്ലാ. എന്താ പേര്? കൊച്ചിയുടെ പേരെന്താ? ഉപ്പച്ചിയുടെ പേര് സാലി, മുഹമ്മദ് സാലി. മുഹമ്മദ് സാലി. എന്റെ ഉപ്പച്ചി മാത്രല്ല, ഇക്കാടെ ഉപ്പച്ചി, ഹസ്ബൻഡിന്റെ ഉപ്പച്ചിയും സെയിം ഫീൽഡ് തന്നെയാണ്. അവരങ്ങനെ ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങളെ കല്യാണം. ഓക്കെ. ആളെന്താ അങ്ങനെയാണ് ഹസ്ബൻഡ്? ലോക്കാവുന്നത്. അങ്ങനെയാണ് ലോക്കായത് അല്ലേ? ഇക്കാടെ ഉപ്പച്ചി ഹസ്ബൻഡ് കുറച്ചും കൂടെ ഫേമസ് ആണ്. ആള് മുജാഹിദ് ഇതിലൊക്കെ ഉള്ളതാ. സൈനുദ്ദീൻ എന്ന് പറയും. പുള്ളി ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഡോക്ടർ സൈനുദ്ദീൻ എന്ന് പറയും. പുള്ളി മുജാഹിദ് ഇതായിട്ട് കോഴിക്കോട് അങ്ങോട്ടൊക്കെ യാത്രയുണ്ട്. KNM. ആ ഓക്കെ. അടിച്ചാ കിട്ടുവോ സൈനുദ്ദീൻ സാറ്? എന്തോടാ? അടിച്ചു അടിച്ചു നോക്കി കിട്ടും. അല്ല മുജാഹിദ് പറഞ്ഞിട്ട് ചോദിച്ചതാ ഞാന്. അടിച്ചൊക്കെ കിട്ടും. കിട്ടും. ആള് കുറച്ച് ആക്റ്റീവ് ആണ് അതില്. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ ആ പാഠം കഴിഞ്ഞു ട്ടോ. നമുക്ക് അൽഫില് മുളാരി മാലി, മുളാരി അമ്ര് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു ഫീൽഡിലേക്ക് തക്സിമുൽ ഫഇലി സമന് അല്ലെ, കാലം അനുസരിച്ചിട്ടുള്ള കുറച്ച് മാലി മുളാരി എന്നുള്ള അമ്ര്. ഈ 3 കഴിഞ്ഞു. ഈ 3 ആക്കിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ളത് കുറച്ച് ടൈറ്റ് ആവും ട്ടോ. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാ, അത് പഠിക്കേണ്ടത് എങ്ങനെയാ വെച്ചാല് പരമാവധി ഫെയില് കണ്ടെത്തുക. അത് മാലിക്ക് ഇടുക, മുലാരിക്ക് ഇടുക, മുലാരിന്റെ 4 ഫോമിലേക്ക് ഇടുക, ദെൻ അമ്രിലേക്ക് ഇടുക. ഇതേ നിവർത്തിയുള്ളൂ. അത് ഇങ്ങോട്ട് മാറ്റി മറിച്ച് ഒരു 10, 20, 25 ഫെയിൽ എടുക്കുക. ദെൻ അതെന്ത് ചെയ്യാ, ആദ്യം മാലിയിലേക്ക് ഇടുക, മുലാരിയില് 4 ഫോമിലേക്ക് ഇടുക, അമ്രില് ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മള് ആക്ടിവിറ്റി ചെയ്താലേ ഉള്ളൂ ഈ മാലി മുലാരി അമ്ര എന്നുള്ളൊരു നമുക്ക് കണ്ടാ മനസ്സിലാവണം, ചെയ്യാനും കഴിയണം. ആ ലെവലിലേക്ക് എത്തണം ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലെ. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞോ? ഇല്ല മിസ്സേ, പറഞ്ഞിട്ടില്ലല്ലോ. ഒരു അസൈൻമെന്റ് ചെയ്യാണ്ടതാണ്. ഇന്നിപ്പോ ഒരെണ്ണം കഴിഞ്ഞതേ ഉള്ളൂ. അതെ അല്ലേ? ഫ്രീ ആയിട്ട് ഇരിക്കാണ്. ഇൻഷാ അല്ലാ നമുക്ക് നമ്മളത് ചെയ്ത് ഇങ്ങനെ തുടങ്ങണം. അപ്പൊ അതിന് മുന്നേ നമുക്കേ പേജ് നമ്പർ 27 അൽ ഫാഇൽ എന്നുള്ളൊരു ഭാഗം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പറയാം. ഓക്കെ, പേജ് നമ്പർ 27 അൽ ഫാഇൽ. ഫാഇൽ പറഞ്ഞാൽ എന്താ? പ്രവൃത്തി ചെയ്യുന്ന ആള്. അതെ, ഫഇല് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് എന്താ പറയാ? ഫാഇല്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. മഫ്ഊല് ബിഹി ഉണ്ട്. ഫിഇല്, ഫാഇല്, മഫ്ഊല് ബിഹി എന്ന് പറയുമ്പോ ഈ എന്തിലേക്കാണോ ഈ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്നൊക്കെ വരും. ഇപ്പൊ നമുക്ക് ഫാഇല് മതി. കേൾക്കുമ്പോഴേക്കും നമ്മള് കൺഫ്യൂഷൻ ആയി.
അവിയൽ അതന്നെ പറയുന്നത്. എല്ലാം കൂടെ എല്ലാ ആവുമ്പല്ലേ മിസ്സേ അവിയൽ സെഗ്മെന്റ് ആവുന്നുണ്ട്. സെഗ്മെന്റ് ആവുക തന്നെ, അതാ പറയുന്നത്. ഓക്കെ, ഞാൻ നമുക്ക് മക്കളിന്റെ ആദ്യം ഡ്രോപ്പ് ചെയ്ത് ഫയല് മാത്രം. അതെ അതെ പായല് മാത്രം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഉം. ഓക്കെ. ഒന്ന് വായിച്ചു മിസ്സേ നോക്കൂ. ഒന്ന് വായിച്ചു നോക്കൂ അത്. ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫിഅലുൻ ഉം, വദല്ല അലല്ലദി ഫഅലൽ ഫിഅല. ഉം. അതെ, എന്താണ് അൽ ഫായിലു, അതിന്റെ എ- എന്ത് കായിക നോക്കാം. കായിക എത്രാമത്തെ പേജിലാണ്? 28th പേജ് അല്ലെ? 28ലാണ് അൽ ഖായിദ. ഖായിദ എന്ന് പറയുമ്പോൾ അൽ ഫായിലു, ഫായില് പറഞ്ഞ എന്താണ് അല്ലെ? ഒരു പ്രവൃത്തി. അൽ ഇസ്മു മർഫൂൻ അല്ലെ? എന്താണ്? ഒരു ക്രിയക്ക് ശേഷം എപ്പോഴും എന്തായിരിക്കും? ശേഷം വരും അല്ലെ? ഒരു ക്രിയക്ക് ശേഷം, അതായത് വെറുപ്പിന് ശേഷം വരുന്നതാണ്. ഒരു പ്രവൃത്തി ചെയ്യും, ആ പ്രവൃത്തി ചെയ്തത് ആര് എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ വരുന്നത്. ആ ക്രിയക്ക് എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മർഫു എന്ന് പറഞ്ഞാൽ എന്താ? റഫ്. റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മ്. ഓക്കെ, നമ്മൾ ഇവിടെ ഇനി നമ്മളൊക്കെ പറയാൻ പോകുന്നത് നെസ്ബ്. ഫത്തഹ് എന്ന് പറയില്ല, അതിനെ നമ്മൾ എന്താ പറയാ? നെസ്ബ് എന്നാണ് പറയാ. എന്താ പറയാ? നെസ്ബ്. നെസ്ബ്. ഓക്കെ, ഫത്തഹിന് നമ്മൾ നെസ്ബ് എന്ന് പറയും, കസറിന് ജർ എന്ന് പറയും, ലൊമ്മിന് റഫ് എന്ന് പറയും. എന്തിനാ മിസ് അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണ് പറയാ. അങ്ങനെയാണ് പറയാ. നെസ്ബ്. നെസ്ബ് നമ്മൾ മൻസൂബ് എന്ന് പറയും. നെസ്ബിനെ മൻസൂബ്. ഇപ്പൊ അതില് കണ്ടില്ലേ, മർഫൂ എന്നാണല്ലോ വന്നത് അല്ലെ? മർഫൂ എന്നാണല്ലോ വന്നത്. ഇവിടെ നെസ്ബിനെ നമുക്ക് മൻസൂബ് എന്ന് പറയും, ജറിനെ മജ്റൂർ എന്ന് പറയും, റഫ്ഇനെ മർഫൂ എന്നും പറയും. റഫ് എന്ന് പറഞ്ഞാൽ എന്താ? റഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലമ്മ്. ലമ്മാണ്. ലമ്മിനെ നമ്മൾ പറയുമ്പോ എങ്ങനെ പറയാ? മർഫൂ എന്ന് പറയും. മർഫൂ. എന്താണ്? ഫാഇലിന് എപ്പോഴും എന്തായിരിക്കും? മർഫൂ ആയിരിക്കും. മർഫൂത്തായിട്ടുള്ള റഫ് അല്ലെങ്കിൽ മർഫൂ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ഒരു ക്രിയക്ക് ശേഷം വരികയും ആ ക്രിയ ചെയ്തത് ആരാന്ന് വ്യക്തമാക്കണം അല്ലെ? വദല്ല അലല്ലദീ ഫഅല ഫഇലി. വദല്ല, അതെന്താണ്? ആരാണ് വ്യക്തമാക്കണം അല്ലെ? അല ഫഇലി, അല ഫഅല, അത് ആരാണോ ചെയ്തത് എന്ന് അല്ലെ? അൽ ഫഇല്, ആ പ്രവൃത്തി ആരാണോ ചെയ്തത് എന്ന് എന്താണ്? വ്യക്തമാക്കണം അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? ഫഅൽ. ഒന്നുമില്ല, ഒരു ഫഅല് ചെയ്തത്, ഒരു പ്രവൃത്തി. കാക്ക കരഞ്ഞു എന്ന് പറയുമ്പോ ഇവിടെ കരഞ്ഞു എന്നുള്ളത് എന്താണ്? പ്രവൃത്തി. പ്രവൃത്തിയാണ്. അതാരാ ചെയ്തത്? കാക്കയാണ് ചെയ്തത് അല്ലെ? കാക്കയാണല്ലോ ചെയ്തത്. ഓക്കെ, ആ കാക്ക എന്താണ്? ഫെയിലാണോ ഫായിലാണോ? ഫായില്. ഫായില്. കാക്ക ഫായില്, കരഞ്ഞത് ഫിയല്. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്താണ്? ത്വാറൽ ഉസ്ഫൂറു. ത്വാറൽ ഉസ്ഫൂറു. ഇവിടെ ഏതാണ് ഫെയില്? ഇവിടെ ഏതാണ് ഫെയില്? ത്വാറ. ത്വാറ എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക, പറന്നു. ത്വാറ പറന്നു. ഫ്ലൈ. ആര്? ഓക്കെ, ഇതിലേതാണ് ഫെയില്? ത്വാറ എന്നാണ് ഫെയില്. സാജിദ മിസ്സേ, ഇതിലേതാണ് ഫായില്? മിസ്സേ, ഞാൻ മിസ് പറയുന്ന നോക്കിക്കല്ലോ, ഇവിടെ അല്ല അതിന് കാണുന്നില്ലല്ലോ. 27 പുറത്തൊക്കെ 27 അതൊക്കെ അതിന്റെ തമ്പരീനകത്തല്ലേ? അയ്യോ അല്ല, അംസില നോക്കാം. അംസില. അതല്ലേ ഞാൻ തെരഞ്ഞെടുക്കുന്നേ. അയ്യോ, 27 നമ്മളെ ഹോംവർക്കിന്റെ ഓക്കെ, ത്വാറൽ ഉസ്ഫൂറു അല്ലെ? അതില് ത്വാറ പറന്നു, ഉസ്ഫൂർ കുരുവി പറന്നു. ഇതിലേതാണ്? ഉസ്ഫൂർ എന്നുള്ളതാണ് എന്ത്? ഉസ്ഫൂർ ആണ് എന്ത്? ഫായില്. ത്വാറ എന്നുള്ളത് ഫിഇല്. ഓക്കെ, നെക്സ്റ്റ്
ജറൽ ഹിസ്വാൻ, ജറൽ ഹിസ്വാനു. ശ്രദ്ധിച്ചോ? തോറൽ ഉസ്ഫൂറു എന്നല്ലേ വന്നത്? ശ്രദ്ധിച്ചോ? ഉസ്ഫൂറു എന്നാണ് വന്നത്. അത് എന്തുകൊണ്ടാണ് അവിടെ ഉസ്ഫൂറു എന്ന് വന്നത്? നിയമത്തിൽ നമ്മൾ പഠിച്ചു. എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. ആയിരിക്കും. മർഫു ആയതുകൊണ്ടാണ് ഉസ്ഫൂറു എന്ന് വന്നത്. ശ്രദ്ധിച്ചാ? ഇനി മർഫു എന്താന്ന് ചോദിക്കരുത്. അതിന് ഞാൻ പറഞ്ഞു എന്തൊക്കെയാ എങ്ങനെയൊക്കെയെന്നൊക്കെ. ഇനി ഞാൻ പറയുന്നത് ലൊമ്മാണ്. റഫ്, റൊം. ഓക്കെ. നെക്സ്റ്റ് ജറൽ ഹിസ്വാനു. ജറ ഓടി, റാൻ. ആരോടി? മനുഷ്യൻ, ഓക്കെ. മനുഷ്യനോടി. അത് അപ്പൊ ജറാന്ന് വെച്ചാൽ ഹിസ്വാന്. ഹിസ്വാന് പറഞ്ഞാൽ ഹോഴ്സ് ആണ് കേട്ടോ. കുതിര, കുതിര. കുതിര. സോറി. ഇൻസാനാണ് മനുഷ്യൻ. ഇത് ഹിസ്വാനാണ്. ഓക്കെ. കുതിര. അതില് ഹിസാന് ഫിയോലും ജറ ഫായില്. അല്ല, ഓപ്പോസിറ്റ്. തെറ്റേ? എന്നാ മാറിപ്പോയത് ജറ എന്നോട്. പറഞ്ഞാൽ ജറ ജറാണ് ഫേല്. ജറ ഫിയോല്. ഓക്കെ. നെക്സ്റ്റ് ലഇബൽ വലതു. നിങ്ങൾ തന്നെ പറയും. ലഇബ പറഞ്ഞ എന്താ? കളിക്ക. കളിച്ചു. ആര്? വലതു ആൺകുട്ടി. ഓക്കെ. പറയൂ. എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാ പറയൂ. ലൈബ പാല വലത് ഫായില്. ലൈബ ഫേലും വലത് ഫായിലും. വലതു എന്നാണ് അല്ലേ? വലതു ഫായില്. ആ വാലിദു എന്ന് വന്നാ എങ്ങനെ മിസ്സേ വരിക? അപ്പൊ ലഇബൽ വാലിദാണെങ്കിൽ സെയിം. ലഇബൽ വാലിദു. എന്തേ? ഇവിടെ ഫെയിലല്ലല്ലോ മാറുന്നത്. ഇവിടെ നമ്മള് ഫായിലാ പഠിക്കണത്. ഓക്കെ. നെക്സ്റ്റ് സമക്കു. യഊമു സമക്കു. മീൻ നീന്തുന്നു. The fish swims. ഓക്കെ. യൗമു ഫായിലു സമക്കു. സമക്കു ഫിയോല്. സമക്കു ഫായിൽ. ഓക്കെ. യൗമു എന്നുള്ളത് ഫിഇലും സമക്കു എന്നുള്ളത് സമക്ക് ഫായിലും. ഓക്കെ. നെക്സ്റ്റ് എന്താ വായിക്കുക? യൽസഉൽ ബൗലു. ബൗള്, ബൗളു. ഓക്കെ. കൊതുക് കടിക്കുന്നു എന്നാണ്. യൽസൗ പറഞ്ഞാൽ കടിക്കുക. അൽ ബൗലു കൊതുക്. ദ മൊസ്കിറ്റോ ബൈറ്റ്സ്. എങ്ങനെ വരും? ബൗലു ഫായില് യൽസഉ ഫിയോല്. ഓക്കെ. വെരി ഗുഡ്. നെക്സ്റ്റ് തഅക്കുലുൽ അൽ ബിന്തു. തഅക്കുലു അൽ ബിന്തു. പറയ്. പെൺകുട്ടി. തഅക്കുലു പറഞ്ഞാൽ മീനിങ് പറയാതെ. മീനിങ് ഭക്ഷണം കഴിക്കുന്നു. ബിന്തു എന്ന് പറഞ്ഞാല് പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു. തഅക്കുലു പറഞ്ഞ ഭക്ഷണം കഴിക്കുക. പെൺകുട്ടി ഭക്ഷണം കഴിക്കുക. ഓക്കെ. സാജിദ മിസ്സേ, ഇവിടെ പെൺകുട്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ള ഇനി ആൺകുട്ടി ഭക്ഷണം കഴിക്കാന്ന് എങ്ങനെ ഇതിൽ വരിക? സാജിദ മിസ്സേ, ഇവിടെ ബിന്തിന് പകരം നമുക്ക് വലത് ചേർത്തു. വലതു എന്ന് ചേർത്തു. അപ്പൊ നമുക്ക് എന്താവും? അതിന്റെ ഫേലില് എന്താ മാറ്റം വരിക? അത് മാത്രം പറഞ്ഞാൽ മതി. തഅക്കുലുൽ വലതു. എങ്ങനെ? തഅക്കുലുൽ വലതു. തഅക്കുലു എന്ന് വരുമോ? അല്ല ഞാൻ പറഞ്ഞുതരാം. പറയൂ. യഅക്കുലു. മാഷാ അല്ലാഹ്. തന്നെ. യഅക്കുലുൽ വലതു. വലതു അല്ലെ? വലതു എന്ന് വരണം. കാരണം വലതു എന്നുള്ളത് എന്താണ്? ഫായിലാണ്. ഫായിലിന് എപ്പോഴും എന്തായിരിക്കും ലാസ്റ്റ്? എന്തായിരിക്കും ലാസ്റ്റ്? മർഫു ആയിരിക്കും. തന്നെ പഠിച്ചാൽ നമുക്ക് അന്നേരം എനിക്ക് മനസ്സിലാവുന്നേ. ഇങ്ങനെ പറയുമ്പോഴാ മനസ്സിലാവുന്നേ. തന്നെ പറയണത് നമ്മൾ പറഞ്ഞു പഠിക്കണം. നമ്മള് ഇങ്ങനെ നോട്ട് നോക്കിയിട്ട് അങ്ങനെ എഴുതിയെടുത്താൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ സ്വന്തം ഇങ്ങനെ ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് ഗ്രാമർ കയ്യിൽ വരുള്ളൂ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്
അടുത്ത എന്താണ്? ഒരു ആക്ടിവിറ്റി ആവും അല്ലെ? ആ തമരീനകത്ത് നോക്കാം. അയിന് ഫസ്റ്റ് തമരീനകത്ത് എന്താണ്? ഇസ്തഖ്രിജുൽ ഫായിലു മിൻ കുല്ലി ജുംലി മിനൽ ജുമലിൽ ആത്തിയ. എന്താണ്? താഴെ തന്നിരിക്കുന്ന കുറച്ച് സെന്റൻസ് ഉണ്ട്. അതിൽ ഫെയിലും ഫായിലും കണ്ടെത്താനാണ്. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? ഓരോന്നോരോന്ന് വായിക്കാം. صاحبيكو ആ, സ്വാഹദ്ദീഖു. ഓക്കെ, ഫെയിൽ ഏതാ? സ്വാഹ പറഞ്ഞെന്താ? കോഴി കൂവുക അല്ലേ? ഫയല് ഓക്കെ, ഫെയില് ഫായില് ഏതാ? അത് മാത്രം പറഞ്ഞാൽ മതി. ഇതിൽ ഫെയിലും ഫായിലും മാത്രം കണ്ടെത്തുക. പറയ്. അതേതാ പേജ് നമ്പർ? 28. 28. സ്വാഹ എന്നുള്ളത് എന്താണ്? ഫെയിലാണ്. നാളെ എടുക്കാം. സ്വാഹദ്ദീഖു എന്നുള്ളതില് ഫെയിലും ഫായിലും ഏതാണ്? സാഹ ഫയല് ഉം. ദീക്കു ഫയല് ഓക്കെ, നെക്സ്റ്റ് വഖഫൽ സൗറു. വഖഫ ഫയല് സൗറു ഫായില് ഓക്കെ, നെക്സ്റ്റ് ബക്കത്തിഫ്ലു. ബഖഫില് തിഫ്ല് ഫായില് ഇതില് ഫായില്. ഓക്കെ, സാജിദൻസേ ഓ മനസ്സിലാവുന്നുണ്ടല്ലോ? ആ മിസ്സേ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ജാ ത്വബീബു. പറയൂ. ഫായില് ത്വബീബ് ഫായില്. ഓക്കെ, ജാഅത് ഫയല് ത്വബീബു ഫായില് ഓക്കെ, നെക്സ്റ്റ് ഔലാദു. ലഇബൽ ഔലാദു. ലൈബ ലൈബ ഫായില്. ഫായില്. ഔലാദ് ഫാഇൽ. ഓക്കെ, ഔലാദ് ഫായിൽ. ഓക്കെ, അടുത്ത ലദ അൽ സഅബാൻ. ലദാ പറഞ്ഞു. ലദാ ഫിയാല് സഅബാനു ഫായില്. ഓക്കെ, നെക്സ്റ്റ് ലദാ സഅബാൻ എന്ന് പറഞ്ഞാ എന്താ മിസ്സേ? സഅബാൻ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്ത്? രണ്ട് ബോയ്സിനാണ് പറയാ അല്ലെ? ലദ എന്നുള്ളതിന്റെ മീനിങ് നോക്കണം. പറയാട്ടോ, ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ മിസ്സേ. ഇഷ്തഅലൽ ആമിലു. ഇഷ്തഅല ഫിയാല് ആമിലു ഫിയാല് ഫായില്. ഓക്കെ, നെക്സ്റ്റ് സറഅൽ ഫല്ലാഹു. സറഅ ഫിയാല് ഫല്ലാഹു ഫായില്. ഓക്കെ, നെക്സ്റ്റ് ഖലറൽ ആയിബു. ഖലറ ഫിയാല് ആയിബ് ഫായില്. ഓക്കെ, 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 മനസ്സിലായല്ലോ അല്ലെ? ഇനി അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറഞ്ഞുതരാം. മിസ് നോട്ട് തരുമല്ലോ, അതിന്റെ ഒക്കെ നോട്ട് തരുമല്ലോ അല്ലേ? തരും. ആ ഓക്കെ മിസ്സേ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്താ? അല്ലാഹു ഫാഇലൻ ലികുല്ലി ഫിഇലി മിനൽ അഫ്ആലി അല്ലാത്തിയ. അതായത് താഴെ തന്നിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലേ? കുറച്ച് വേർഡ്സ് ആണ്, അതായത് വെർബ്സ് ആണ്. ആ വെർബ്സിന് പറ്റിയിട്ടുള്ള എന്തുണ്ടാക്കാനാ പറയുന്നത്? വാക്കുകൾ ഉണ്ടാക്കാൻ അല്ലേ? അതായത് താഴെ തന്നിട്ടുള്ള കുറച്ച് വേർഡ്സിന് എന്ത് ചെയ്യാനാണ്? അതിന് ഒത്ത ഫായില് വെച്ചു കൊടുക്കാനാ പറയുന്നത്. ഫായില് വെച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിപ്പോ ഏതൊക്കെയാണ് അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. നബഹ. ഫസ്റ്റത്തെ നിങ്ങൾ പറയും. നബഹ പറഞ്ഞ എന്താ? കുരച്ചു. നബഹ നെക്സ്റ്റ് ഞാൻ ഓരോന്നിന്റെ മീനിങ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ മീനിങ് ഓരോന്നിനും പറഞ്ഞുതരാം. ഒരു മിനിറ്റ്
കുറച്ചു ഇവിടെ പവർ ഫെയിലർ ആണ്. പറഞ്ഞോ. ഒന്നും കുറെ കേട്ടിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് ആരെങ്കിലും ഒന്ന് നബഹ കൽബു. ഓക്കെ അത് നമ്മള് ഇത് വരുമല്ലോ. ആ അപ്പൊ കേട്ടോളൂ കേട്ടോ. നമ്മുടെ റെക്കോർഡ് ക്ലാസ് കേട്ടോളൂ കേട്ടോ. ഓക്കെ മിസ്സേ. ഓക്കെ യൽഹഖു. ദെൻ യൽഹഖു പറയുമ്പോ ചിരിക്കുന്നു. വലതു യൽഹഖു ചിരിക്കുന്നു. ഓക്കെ നെക്സ്റ്റ് യബ്കി. യബ്കി എന്താണ്? കരയുന്നു. ക്രൈ കരയുക. നത്തഹ. നത്വഹ എന്ന് പറയുമ്പോൾ എന്താ പറയാ, കുത്തി എന്ന് പറയില്ലേ, മുട്ടുക, മുട്ടി അല്ലെങ്കിൽ കുത്തി എന്നൊക്കെ പറയില്ലേ. ഓക്കെ. ഉം. യശ്റബു. എന്താവും വരിക? ശരിബ യശ്റബ് കുടിക്കുക, കുടിക്കുന്നു. കുടിക്കുന്നു. അത്തസ. യശ്റബു. കുടിക്കുന്നു. അത്തസ. അഴ്ത്തസ തുമ്മുക. അഴ്ത്തസ തുമ്മി. തുമ്മൽ തുമ്മുക എന്ന് അറിയില്ലേ, തുമ്മുക. സ്നീസ് അല്ലേ? തുമ്മി. സ്നീസ്. യെസ്, സ്നീസ്. സാഫറ. സാഫറ ട്രാവലിംഗ്. യാത്ര ചെയ്യും. ട്രാവൽ യാത്ര. യാത്ര. ഓക്കെ. യർക്കബു. യർക്കബു പറഞ്ഞാൽ എന്താ? കയറുക, കയറുക, റൈഡ്. റൈഡ്. ഓക്കെ മിസ്സേ. അതിന്റെ മീനിങ് നിങ്ങൾ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിന് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ മീനിങ് കിട്ടിയല്ലോ. മീനിങ് വെച്ചിട്ട് ഒരു ഫയൽ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വേർബ്സ് കിട്ടി. വേർബ്സിന്റെ കൂടെ എന്ത് ചെയ്യാ, ഒരു ഫയൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അർത്ഥം ഒക്കെ കിട്ടിക്ക്. അപ്പൊ നമ്മളിപ്പം ഈ അത്തസ എന്ന് പറഞ്ഞ തുമ്മുക അല്ലേ? അവൾ തുമ്മി എന്ന് പറയുമ്പോ അപ്പൊ അതിന്റെ മീനിങ് നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? മീനിങ്ങൊക്കെ കിട്ടും. അവൾന്ന് കൊടുക്കണ്ട, നമുക്ക് അവളിന് പകരം വേറെ ആരെങ്കിലും പേര് കൊടുക്കുക. അതിന്റെ അല്ലെങ്കിൽ പോലെ രോഗി അല്ല തുമ്മുന്നു മിസ്സേ. പറ്റൂലേ? ഞാനത് എക്സാമ്പിൾ തുമ്മുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അല്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെ കിട്ടാം? മനസ്സിലായി. കുഴപ്പമില്ല. അതായത് അഴ്ത്തസ പറയുമ്പോ തുമ്മി. അതെന്താണ്? ഫെയില് മാലിയാണോ മുള്ളാരിയാണോ? അത്തസ മാലി. തുമ്മി. മാലി. ഓക്കെ. അവൾ തുമ്മി എന്ന് പറയുമ്പോ എന്താ ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? അത്തസത്ത്. അതന്നെ, അഴ്ത്തസത്ത് പറഞ്ഞാൽ അവൾ തുമ്മിയതായി. ഓക്കെ. അപ്പൊ നമ്മൾ അതിനേക്കാൾ നല്ലത് അവൾ തുമ്മി എന്ന ചെറിയൊരു വേർഡ്സ്, അതിനേക്കാൾ നല്ലത് നന്നായിട്ടൊന്ന് കൊടുത്തൂടെ? ഇപ്പൊ എന്താ, രോഗി തുമ്മിന്ന് കൊടുത്തൂടെ? രോഗിക്ക് എന്താ പറയാ? പേഷ്യന്റ് എന്താ പറയാ? മരീല്. മരീല്. അങ്ങനെ കൊടുത്തൂടെ? ഓക്കെ. അത്തസൽ മരീൽ എന്ന് കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അസൈൻമെന്റിന്റെ വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പറഞ്ഞുതരാം എങ്ങനെ എഴുതേണ്ടതെന്നും എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നും എന്താണ് അതിന്റെ ടോപ്പിക് എന്നും എങ്ങനെ എഴുതേണ്ട അതിന്റെ സ്റ്റൈൽ എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അസൈൻമെന്റ് A4-ലാണ് എഴുതേണ്ടത് കേട്ടോ. എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ മെസ്സേജും തരാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ച് നിങ്ങൾക്കത് എങ്ങനെ എഴുതേണ്ടതെന്നുള്ള അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ ഇതുവരെടുത്തൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എടുക്കാം. ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ PM ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബൈ.